വേനൽ കടുത്തതോടെ ചെറുനാരങ്ങയ്ക്ക് പൊള്ളുന്ന വില. വിപണിയിൽ 100 രൂപയിൽ താഴെ ലഭ്യമായിരുന്ന ചെറുനാരങ്ങയുടെ ഇന്നത്തെ വില 180 രൂപയാണ്. കടുത്ത വേനലിൽ ഉൽപാദനം കുറഞ്ഞതും ഡിമാൻഡ് വർദ്ധിക്കുന്നതുമാണ് നാരങ്ങയുടെ വില വർദ്ധിക്കുവാനുള്ള മുഖ്യ കാരണം. വേനൽ ചൂട് വർദ്ധിച്ചതോടെ തൊടുപുഴ വിപണിയിൽ പച്ചക്കറിക്ക് തീ വില. സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലും കൂടുതലാണ് ഇപ്പോൾ പച്ചക്കറിയുടെ വില വർദ്ധിച്ചിരിക്കുന്നത്. ബീൻസ്, പയറ്, ക്യാരറ്റ്, ചെറുനാരങ്ങ തുടങ്ങിയവയുടെ വില റെക്കോർഡിട്ടു. 150 രൂപ മുതൽ 160 രൂപ വരെയാണ് വില. തക്കാളി, മുളക്, കോവയ്ക്ക തുടങ്ങിയവയുടെ വിലയിൽ മാറ്റങ്ങളില്ല. വിപണിയില് പൊള്ളുവാന്ന് പറഞ്ഞാൽ ചില ഐറ്റംസുകൾ മാത്രമേ ഉള്ളൂ ശാലം വില കൂടുതലുള്ളൂ. ബീൻസ്, ക്യാരറ്റ്, പയറ് ഇങ്ങനെയുള്ള ഐറ്റംസുകൾ മാത്രമേ ഉള്ളൂ ശാലം വില കൂടുതലുള്ളൂ. ബാക്കി തക്കാളി, മുളക്, കോവയ്ക്ക, വെണ്ടയ്ക്ക ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം പഴയ വില തന്നെ ഉള്ളൂ. തക്കാളിയൊക്കെ 40 രൂപ ഉള്ളൂ, കോവയ്ക്ക 45 രൂപ, വെണ്ടയ്ക്ക 60 രൂപ, പയർ 60, ക്യാബേജ് 40 രൂപ. ഇങ്ങനെയാണ് ഇവിടെ പോകുന്നത്. ബീൻസ് മാത്രം 150 രൂപയ്ക്ക് വിലയുള്ളതുണ്ട്. 150-160 രൂപയൊക്കെ വില വരും. പലയിടങ്ങളിലും വിലയുടെ കാര്യത്തിൽ ഏറ്റക്കുറച്ചിലുണ്ട്. ബീൻസ് വില 150 രൂപ മുതൽ 160 രൂപ വരെയാണ്. ഇപ്പൊ ഇങ്ങനെ വേനൽ ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ വില കുറച്ചുകൂടെ കൂടാനേ സാധ്യതയുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ വെള്ളം ഇല്ലല്ലോ. ഈ പച്ചക്കറിക്ക് മെയിനായിട്ട് വേണ്ട വെള്ളമാണ്. അപ്പം അവരിപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറി ആണെങ്കിലും അതിന് വെള്ളം ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ചൂട് വർദ്ധിച്ചതോടെ നാരങ്ങ വിലയും റെക്കോർഡ് പിന്നിട്ടു. 150 രൂപ മുതലാണ് കിലോയ്ക്ക് വില. നാരങ്ങ വില പൊള്ളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 37 ഡിഗ്രി ചൂടല്ലേ, സാധനമൊക്കെ ഇട്ടുണ്ടേ. ഉൽപ്പാദനത്തിൽ നിന്ന് വരാൻ കുറവ്, വലിപ്പം കുറവ്, നീര് കുറവ്. ചൂടുവെള്ളം ഒഴിച്ച് നാരങ്ങ ഒഴിഞ്ഞ് കുടിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അതികഠിനമായ ചൂടിന് ചെറിയ ആശ്വാസം കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് ഈ വില നോക്കാതെ ഈ സാധനമൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുന്നത്. നാരങ്ങ പ്രധാനമായും എത്തിയിരുന്ന തമിഴ്നാട്ടിൽ ജലലഭ്യത കുറഞ്ഞതും നാരങ്ങയുടെ ഉൽപാദനം ഗണ്യമായി കുറഞ്ഞതും വിലവർദ്ധനവിന് കാരണമായി. നാരങ്ങ കഴിഞ്ഞ ആഴ്ചയൊക്കെ വില കൂടുതലായിരുന്നു. ഇന്നിപ്പോൾ ആന്ധ്ര നാരങ്ങ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് ചൂട്, ഉൽപാദനം കുറവാണ്. തമിഴ്നാട്ടിൽ നാരങ്ങ കുറവാണ്, ഉൽപാദനം കുറവാണ്. നാരങ്ങ ഇപ്പോൾ പറിച്ചു വരുന്നതൊക്കെ ചെറിയ നാരങ്ങകളാണ്. പൊള്ളുന്ന സൂര്യനൊപ്പം പച്ചക്കറി വിലയും പൊള്ളിക്കുന്നതിന്റെ വേവലാതിയിലാണ് ജനങ്ങൾ. വെള്ളം, വൈദ്യുതി, ഗ്യാസ് തുടങ്ങിയവയുടെ വിലവർദ്ധനവിനൊപ്പം പച്ചക്കറികളുടെ വില കൂടി വർദ്ധിച്ചതോടെ ജനജീവിതം കൂടുതൽ ദുസ്സഹമായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ജർമ്മനിയാണോ നിങ്ങളുടെ ലക്ഷ്യം? നിങ്ങൾ ഏത് സ്ട്രീമിൽ +2 വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരുമായിക്കൊള്ളട്ടെ, വിദേശത്ത് കുറഞ്ഞ ചിലവിൽ സ്റ്റൈപ്പൻഡോട് കൂടി ജർമ്മനിയിൽ തുടർ പഠനത്തിന് GTC എഡ്യൂകെയർ പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു. കൂടാതെ IELTS, OET എന്നീ കോഴ്സുകളും GTC നിങ്ങൾക്കായി ഒരുക്കുന്നു. ഏപ്രിൽ-മെയ് മാസങ്ങളിൽ ജർമ്മൻ A1, IELTS, OET വെറും 5999 രൂപയ്ക്ക്. ഈ സുവർണാവസരം പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ. പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ്. തികച്ചും ഒരു ക്യാമ്പസ് അന്തരീക്ഷമാണ് GTC ഒരുക്കുന്നത്. GTC എഡ്യൂകെയർ പ്രൈവറ്റ് ലിമിറ്റഡ്, നസ്രീത് മർത്തോമ ചർച്ച് ക്യാമ്പസ്, MC റോഡ്, മണ്ണൂർ, കീഴിലം.